ഹലോ ഗായ്സ്, വെൽക്കം ടു ഗുരുസ് ഫിറ്റ്നസ്. ഇന്ന് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മെസ്സേജ് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. What will your last 10 years look like? Will you be quick enough for a game of tag with your grandchild? Strong enough to embrace every moment? Will you grow old with vitality? Or get old with disease? It's time to decide. പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് സ്കൂളിൽ പോകാൻ പറയും. നമ്മൾ ആരും സ്കൂളിൽ പോകത്തില്ല. നമുക്കെല്ലാവർക്കും വീട്ടിലിരിക്കാൻ ഇഷ്ടം. നമ്മളെല്ലാവരും അടി പിടിച്ച് വീട്ടിലിരിക്കും. പക്ഷെ നമ്മൾ വലുതായി പിന്നെ നമ്മളെന്താ ചിന്തിക്കുന്നത്? നമുക്കത് ഒരു റിഗ്രേറ്റ് ആവും. നമ്മളത് റിഗ്രേറ്റ് ചെയ്യുന്നു ഇപ്പോൾ. കാരണം ആ കാലത്ത് നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ നമുക്ക് ആ കാലത്ത് കുറച്ചും കൂടി പഠിക്കായിരുന്നു, കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി വേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളത് ഇപ്പോഴാണ് വിചാരിക്കുന്നത്, ആ കാലത്ത് നല്ലോണം പഠിക്കാമായിരുന്നു. അതിപ്പോഴാണ് നമ്മൾ റിഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞാലും സെയിം അത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് നമുക്ക് ജിമ്മില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ പറയുക, നമുക്ക് വീട്ടിലിരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമുക്കത് നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ഇത്. കാരണം നമുക്കൊരു ഏജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ നമ്മൾ ഒരു ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ നല്ല വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് നമുക്കൊരു ഏജ് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മൾക്കിപ്പോൾ അറിയത്തില്ല. നമ്മളിപ്പോൾ വിചാരിക്കും, ജിമ്മിൽ പോയില്ലെങ്കിൽ എന്താ കുഴപ്പം, ജിമ്മിൽ പോയിട്ട് വേണം ജീവിക്കാമെന്ന് വിചാരിക്കും. ഇല്ല, ജിമ്മിൽ പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ ജീവിക്കുന്ന ജീവിതത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ജിമ്മിൽ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും, നമ്മളെന്ത് ചെയ്യും, അയ്യോ സ്കൂളിൽ പോകാത്തൊരു ഭയങ്കര പ്രശ്നമായി, നമുക്ക് കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ഉണ്ടായാൽ മതിയായിരുന്നു, നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് നല്ലൊരു ആരോഗ്യവും ശരീരവും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം നേരുന്നു.